സവദി തായ് ഫുഡ് വ്ളോഗൊക്കെ ആണല്ലോ, അപ്പോൾ ഒരു തായ് ലാംഗ്വേജിൽ ഹലോ എന്നിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തായ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ, ഗുഗു, സനു ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട് ഷവാസ് കൂടിയിട്ടാണ് പോയത്. ഇത് ദുബായ് ദേരയിൽ ജാൻസ് നൂഡിൽസ് എന്ന് പറഞ്ഞ ഒരു തായ് റെസ്റ്റോറൻറ്റാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ്. ഐ തിങ്ക്സ് ഇത് 24 hours ഓപ്പൺ ആണോ എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ആണ് സനുവിൻ്റെ ഫ്രണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട് ഷവാസ്. ഇതാണ് ബട്ടർഫ്ലൈ ടീ. നല്ലൊരു റിഫ്രഷിങ് ടീ ആയിരുന്നു. കോൾഡ് ടീ ആണ്. പിന്നെ ഇത് തായ് സ്റ്റീം ഡംപ്ലിങ്സ്, ഇത് വൊത്തോൺ റാപ്പേഴ്സ്, ഇത് ഒരു പപ്പടത്തിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഈ ഡംപ്ലിങ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഓർഡർ ചെയ്തത് പീനട്ടിൻ്റെ സ്റ്റഫിങ് ആയിരുന്നു, ഒരു സ്വീറ്റ് ടേസ്റ്റ്. ഇതിൻ്റെ മുകളിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക ചെയ്തത്. ശരിക്കൊരു സ്വീറ്റ് തന്നെ, ഉള്ളിൽ കപ്പലണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമല്ലോ. കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഡിഷസാണ്. ഇതെനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഗുഗുന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് കഴിക്കണമെന്ന്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ കുട്ടിക്ക് പറ്റില്ല ഞാൻ വിചാരിച്ചു, പക്ഷെ അവൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു, കുത്തി പിടിച്ച് അങ്ങോട്ട് ഒപ്പിച്ച് കഴിച്ചു. ആൾക്ക് ഇത് അത്ര വലുത്, അവൾക്ക് സ്വീറ്റ് ഫുഡ് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഇത് ടോം യോം സീ ഫുഡ് സൂപ്പ്, അങ്ങനെ എന്തോ സംഭവം. ഇത് സ്റ്റിർ ഫ്രൈ കാഷ്യൂ ചിക്കൻ ഫ്രൈ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു സീ ഫുഡ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പപ്പായ സലാഡ്. ഇത് നിങ്ങൾ അഹാന കൃഷ്ണയുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കണം. സീ ഫുഡ് പ്ലാറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ മെയിൻ ഒരു ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഒക്ടോപ്പസ് ആണ്. ഗുഗു നല്ല രീതിയിൽ അത് കടിച്ച് പിടിച്ച്, ഗുഗുന് ആകെ കുറച്ച് പല്ലുള്ളോ വായിൽ, പക്ഷെ ആൾ എങ്ങനെയൊക്കെയോ കഴിച്ചു. ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒക്ടോപ്പസ് ആണ്. പിന്നെ അത് ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സംഭവമായിരുന്നു. പിന്നെ സ്റ്റിക്കി റൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കളർഫുൾ ഒരു ടേസ്റ്റ്. പിന്നെ ഇത് ലാസ്റ്റ് മാംഗോ സ്റ്റിക്കി റൈസ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ കഴിച്ച്. ഇത് അഗെയിൻ ആൻഡ് അഗെയിൻ ഞങ്ങൾ കഴിക്കാൻ പോകുമെന്ന് ചോദിച്ചാൽ നോ. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പൊട്ട ടേസ്റ്റ് ഒന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾക്ക് ഇന്ത്യൻസിന് നമ്മളുടേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഇവരുടെ ഫുഡ് നല്ല സ്പൈസി ഫുഡാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ നമ്മളുടെ സ്പൈസ് ലെവൽ വെച്ചിട്ട് ഓർഡർ ചെയ്യരുത്, നോർമൽ തന്നെ ഓർഡർ ചെയ്യണം. സ്പൈസി എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ദാറ്റ്സ് ഇറ്റ്. ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചും കൂടി എനിക്ക് കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ വ്ളോഗ് എടുക്കാൻ ട്രൈ ചെയ്യാം. ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.